വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രിയപ്പെട്ടവരെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 3 യോഹന്നാൻ 1:2 പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവ് അഭിവൃദ്ധി പ്രാപിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാത്തിലും അഭിവൃദ്ധി പ്രാപിക്കുകയും ആരോഗ്യത്തോടിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈബിൾ നമ്മെ സ്നേഹപൂർവ്വം പ്രിയപ്പെട്ടവരെന്ന് വിളിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രസാദകരമായി കാണപ്പെടുന്നത് എത്ര ഭാഗ്യകരമാണ്. കർത്താവ് ദാനിയേലിനെ ഏറ്റവും പ്രിയൻ എന്ന് വിളിച്ചു. ഇത് ദാനിയേൽ 9:23 കാണപ്പെടുന്നു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും അവനോടൊപ്പം നടക്കുകയും ചെയ്ത ഒരാളായിരുന്നു. ഇന്ന് സ്നേഹവാനായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പ്രിയപ്പെട്ടവർ എന്ന് വിളിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എല്ലാത്തിലും അഭിവൃദ്ധി പ്രാപിക്കാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും അവൻ സ്വർഗത്തിൽ ജ്വാലകങ്ങൾ തുറക്കുന്നു. ഇത് മലാക്കി 3:10 കാണപ്പെടുന്നു. എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനുള്ളത് അവന് കൊടുക്കുക. കഴിവുള്ളവൻ നിങ്ങളെ 1000 മടങ്ങ് അനുഗ്രഹിക്കും. ഇത് ആവർത്തന പുസ്തകം 1:11 കാണപ്പെടുന്നു. ബൈബിൾ പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല എന്ന്. ഇത് സദൃശ്യവാക്യങ്ങൾ 10:22 കാണപ്പെടുന്നു. അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ അന്വേഷിക്കുകയും അവന്റെ ശുശ്രൂഷയെ വിശ്വസ്തയോടെ നിലനിർത്തുകയും ചെയ്യുക. കർത്താവ് ദാവീദിനെ എങ്ങനെ അനുഗ്രഹിച്ചു എന്ന് പരിഗണിക്കുക. അദ്ദേഹം പറഞ്ഞു, എന്റെ ഉള്ളമേ, നീ കർത്താവിനോട്, നീ എന്റെ കർത്താവാണ്, എന്റെ നന്മ നിന്നെ കൂടാതെ മറ്റൊന്നുമല്ല എന്ന് നീ പറഞ്ഞല്ലോ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രേഷ്ഠരാണ്, അവരിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന്. ഇത് സങ്കീർത്തനം 16:2-3 കാണപ്പെടുന്നു. കർത്താവിലുള്ള ഈ ഭക്തിയും ആനന്ദവുമാണ് അവന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് പിന്നിലെ കാരണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിയും ആരോഗ്യവും ഉള്ളതിനോടൊപ്പം നിങ്ങളുടെ ആത്മാവ് അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൽ ജീവിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുമ്പോൾ അപ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ സന്തോഷകരവും പൂർണ്ണവുമാകാൻ കഴിയൂ. ബൈബിൾ ചോദിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനമെന്ന്. ഇത് മർക്കോസ് 8:36 ചോദിക്കുന്നു. ലോകവിജയത്തേക്കാൾ ആത്മാവിന്റെ ജീവൻ വളരെ പ്രധാനമാണ്. ആത്മീയ അനുഗ്രഹങ്ങളാണ് യഥാർത്ഥ സമ്പത്ത്. ഇന്ന് സ്വർഗീയ സമൃദ്ധിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ മുൻപാകെ ഒരു നന്മയ്ക്കും കുറവില്ലാത്ത ഒരു ജീവിതത്തിനായി വാഞ്ചിക്കുക. കാരണം അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും കുറവുണ്ടാക്കുകയില്ല എന്ന് സങ്കീർത്തനം 34:10 പറയപ്പെടുന്നു. നീ അനേകം ജാതികൾക്ക് കടം കൊടുക്കും, എന്നാൽ കടം വാങ്ങുകയില്ല എന്ന് ആവർത്തന പുസ്തകം 22:12 നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥമെന്ന് സദൃശ്യവാക്യങ്ങൾ 15:6 കാണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രിയ മക്കളെ, നീ എല്ലായിടത്തിലും അഭിവൃദ്ധി പ്രാപിക്കാനും പൂർണ്ണതയോടെ ജീവിക്കാനും വേണ്ടിയാണ് യേശുക്രിസ്തു ഒരു ദാസന്റെ രൂപം സ്വീകരിച്ചത്. അവൻ ദരിദ്രനായി മരണത്തോളം തന്നെ താൻ താഴ്ത്തി. അങ്ങനെ അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 8:9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആമോസ് 4, 5, 6 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 7 അധ്യായം. ആമേൻ.